ദൃശ്യങ്ങൾ വ്യക്തമാവുന്നുണ്ട്. അവിടുത്തെ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാണ്, ഈ അന്താരാഷ്ട്ര സർവീസുകളിലടക്കം വലിയ സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കപ്പെടുക നോർമൽ പ്രോട്ടോക്കോളാണല്ലോ. ഇതൊക്കെ പാലിച്ചാവണം ആ വിമാനം അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടാവുക. അതിനുശേഷം ഇങ്ങനൊരു അപകടം ഉണ്ടാകുമ്പോൾ യന്ത്ര തകരാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അട്ടിമറി സാധ്യതയോ അങ്ങനെ പല സംശയങ്ങളും സ്വാഭാവികമായും ഉയർന്നു വരും. അത്തരം സൂചനകളൊന്നും ഇതുവരെയും അധികൃതർ പങ്കുവച്ചിട്ടില്ലല്ലോ, അല്ലേ? ഇല്ല സജിത്ത്, അത്തരം വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ലെന്ന് മാത്രമല്ല, DGCയുടെ വാർത്താക്കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. DGC അക്കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം 1:39 ഈ വിമാനം പറന്നു വരുന്നു എന്നാണ് DGC പറയുന്നത്. അതായത് റൺവേ 23 നിന്ന് അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ റൺവേ 23 നിന്ന് പറന്നു വരുന്നു. അതിനുശേഷം ഈ ഇത്തരത്തിൽ മെയ്ഡേ കോൾ ലഭിച്ചു എന്നുകൂടി സ്ഥിരീകരിക്കുന്നുണ്ട് DGC. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ തന്നെ നേരിടുമ്പോഴാണ് അത്തരത്തിൽ മെയ്ഡേ കോൾ ലഭിക്കാറ് എന്നാണ് DGC പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അറിയിപ്പ് എയർ ട്രാഫിക് കൺട്രോൾ റൂമിന് ലഭിച്ചിരുന്നു. അതിനുശേഷം ഒരു തരത്തിലും ഈ വിമാനവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല, അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുകൂടി DGC പറയുമ്പോൾ സ്വാഭാവികമായും മറ്റെന്തോ തകരാർ സംഭവിച്ചിട്ടുണ്ട് വിമാനത്തിന് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് പ്രാഥമിക തലത്തിൽ നേരത്തെ കിട്ടിയ വിവരം ഇത്തരത്തിൽ വിമാനത്തിൻ്റെ നിയന്ത്രണം പറന്നു വരുന്നതിന് പിന്നാലെ നഷ്ടപ്പെട്ടു. അതിനുശേഷം ഒരു മരത്തിൽ വിമാനത്തിൻ്റെ പിൻവശം തട്ടി. തുടർന്ന് ജനവാസ മേഖല മേഘാനി എന്ന് പറയുന്ന മേഖലയിൽ നിരവധി ഫ്ളാറ്റുകളും കെട്ടിടങ്ങളും ഒക്കെ തന്നെ ഉള്ള മേഖലയിൽ ഈ വിമാനം തകർന്നു വീഴുകയായിരുന്നു എന്നാണ് നേരത്തെ ലഭിച്ച വിവരം. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതികരണം തന്നെയാണ്, അറിയിപ്പ് തന്നെയാണ്, സ്ഥിരീകരണം തന്നെയാണ് DGCയുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 242 പേർ, അതിൽ 230 യാത്രക്കാർ, ഒപ്പം തന്നെ മറ്റ് 2 പൈലറ്റുമാർ കൂടാതെ വിമാനത്തിലെ ജീവനക്കാർ ഉൾപ്പെടെ അങ്ങനെ 242 പേർ എന്ന സ്ഥിരീകരണം കൂടി ഇപ്പോൾ ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മരണസംഖ്യ സംബന്ധിച്ച വിവരങ്ങളും തന്നെ ലഭ്യമായിട്ടില്ല. പക്ഷേ മരണസംഖ്യ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും കൂടുതൽ ആൾനഷ്ടം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും അത്തരം വിവരങ്ങളിലേക്കും തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. ഏതായാലും രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിലും പുരോഗമിക്കുന്നു. NDRF അടക്കം രക്ഷാപ്രവർത്തനം ഇപ്പോൾ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഒരുപക്ഷെ വലിയ രീതിയിൽ തീ ആളിക്കത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനം എന്ന് പറയുമ്പോൾ വലിയ ദൈർഘ്യമേറിയ യാത്ര ഈ വിമാനത്തിനുണ്ട്. സ്വാഭാവികമായും ഇന്ധനം ഇത്തരത്തിൽ വലിയ തോതിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. സാധാരണഗതിയിലൊക്കെ തന്നെ നമുക്കറിയാം, മുൻപ് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അപായ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ഇന്ധനം കത്തിച്ച് കളയുക അല്ലെങ്കിൽ ഇന്ധനം ചെലവാക്കുന്നതാണ് അല്ലെങ്കിൽ പതിവ് രീതി. അപ്പോൾ സ്വാഭാവികമായും പറന്നു ഉയർന്നത് തന്നെ, പ്രത്യേകിച്ച് ലണ്ടനിലേക്കുള്ളൊരു വിമാനം എന്ന് പറയുമ്പോൾ അതിൽ ഇന്ധനം വളരെയധികം ഉണ്ടായിട്ടുണ്ടാകാം. അതാകാം ഇത്തരത്തിൽ വലിയ തോതിൽ വിമാനം കത്തിപ്പെടാൻ ഇടയാക്കിയത്. ഒപ്പം മരത്തിൽ ഇടിച്ചതും ഇതിൻ്റെ അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടിയിട്ടുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് തരത്തിലുള്ള കണക്കുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും അപകടങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിലേക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏതായാലും കേന്ദ്ര സർക്കാർ തന്നെ, കേന്ദ്ര വ്യോമയാന മന്ത്രാലയം തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. വ്യോമയാന മന്ത്രി ഇതിനോടകം തന്നെ അഹമ്മദാബാദിലേക്ക് തിരിക്കുമെന്ന പ്രതികരണവും നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ ഊർജിതമായി തന്നെ നടക്കുന്നു. നിലവിൽ സംസ്ഥാന പോലീസും ഫയർഫോഴ്സിനും പുറമെ NDRF കൂടി ചേർന്നുകൊണ്ട് നാട്ടുകാരുടെ സഹായത്തോടുകൂടി രക്ഷാപ്രവർത്തനമാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സജിത്ത്, അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ആ തരത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ എയർ ഇന്ത്യ ചെയർമാൻ N ചന്ദ്രശേഖറിൻ്റെ കൂടി സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ, കണ്ടോളൻസസ് നേരിടുകയാണ്. ഒപ്പം അവരുടെ ഫാമിലിയൊക്കെ അദ്ദേഹം അതിൻ്റെ ദുഃഖം അറിയിക്കുകയാണ്. പക്ഷേ ഈ അപകടത്തിൻ്റെ വസ്തുത, അപകടത്തിൽ എത്ര പേർ അപകടത്തിൽപ്പെട്ടു, അവരുടെ നിലവിലുള്ള അവസ്ഥ സംബന്ധിച്ച ഒരു വ്യക്തതയും ഇതുവരെയും ഔദ്യോഗികമായി പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ഒരു വലിയ അപകടം, 30 മരണം സ്ഥിരീകരിച്ചു എന്ന വിവരം കൂടി വരികയാണ്. അങ്ങനെയെങ്കിൽ ഒരു വലിയ പ്രതിസന്ധിയായി തന്നെ ഇത് മാറുന്നു എന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. At this moment, our primary focus is to support all the affected people. അവിടെ 2 രീതിയിലാണ് സംഭവിച്ചിരിക്കുക. ഒന്ന്, വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നവർ, അവർക്കുണ്ടായ അപകടം. മറ്റൊന്ന്, വിമാനം ജനവാസ മേഖലയിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. സ്വാഭാവികമായി ആ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന ആ ജനവാസ മേഖലയിൽ ജനങ്ങളെ അത് എങ്ങനെ ബാധിച്ചു എന്ന മറ്റൊരു വിഷയം കൂടി. അങ്ങനെ 2 തരത്തിലുള്ള പ്രതിസന്ധി കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നതാണ്. വലിയ തരത്തിലേക്ക് അപകടം മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. അതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതും. ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ പൂർണ്ണമായും അഗ്നിക്കിരയായ രീതിയിലാണ്
എയർ ഇന്ത്യ വിമാനം. സ്വാഭാവികമായും ആ അപകടം ഉണ്ടാക്കി വെക്കുന്ന വലിയ സാഹചര്യങ്ങളും അപകടത്തിൻ്റെ വ്യാപ്തിയും നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതുതന്നെയാണ് സംഭവിച്ചിട്ടുണ്ടാവുകയും. ഇതിനിടയിൽ ഒരു കാര്യം കൂടിയാണ്, വിജയ് രൂപാണി മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ബോർഡിംഗ് പാസ് ലഭ്യമായിട്ടുണ്ട്. അതായത് ഈ അപകടത്തിന് തൊട്ട് മുമ്പ്, അതായത് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വിജയ് രൂപാണി സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ അദ്ദേഹം ഇതിൽ യാത്ര ചെയ്തിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു ഫൈനൽ ക്ലിയറൻസിൻ്റെ ആവശ്യം കൂടി നമുക്കുണ്ട്. നമുക്കിപ്പോൾ സ്ക്രീനിൻ്റെ ഒരു ഭാഗത്തായി കാണാൻ കഴിയുന്നത് എയർ ഇന്ത്യ ടിക്കറ്റാണ്. വിജയ് രൂപാണിയുടെ പേര്, ആ പാസഞ്ചറുടെ പേര് വളരെ വ്യക്തമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോർഡിംഗ് പാസ്, ബോർഡിംഗ് നമ്പർ അടക്കം കൃത്യമായി തന്നെ അത് മാർക്ക് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ സംശയകരമാണ് അദ്ദേഹം ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന കാര്യം. ഇതിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ആവശ്യമുണ്ട്, അതിന് വേണ്ടി കാത്തിരിക്കാം. പക്ഷേ നമുക്ക് മുന്നിൽ വിജയ് രൂപാണിയും അപകടത്തിൽപ്പെട്ടോ എന്ന ചോദ്യം ഉയരുകയാണ്. അദ്ദേഹവും ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരുന്നോ എന്ന കാര്യത്തിൽ കൂടി ഒരു സ്ഥിരീകരണം കൂടി ആവശ്യമുണ്ട്. ടെർമിനൽ 2-ൽ നിന്നുമാണ് ഈ വിമാനം പറന്നുയർന്നത്. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിലായിരുന്നു. ആ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ ദുരന്തമാണ് അവരെ കാത്തിരുന്നത് എന്നതാണ് സംഭവിച്ചത്. എയർ ട്രാഫിക് കൺട്രോളിൽ വിമാനം പറന്നുയർന്നതിന് തൊട്ടു മുമ്പ് തന്നെ ചില സന്ദേശങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അത് വിമാനത്തിൻ്റെ അപകടാവസ്ഥ സൂചിപ്പിക്കുന്നതാണ്, വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നതാണ്. അങ്ങനെയെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. ഒപ്പം ഈ ഫ്ലൈറ്റിൻ്റെ ക്യാപ്റ്റൻ അടക്കമുള്ളവരുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് വന്നിട്ടുണ്ട്. നമുക്കതുകൂടി പ്രേക്ഷകരെ അറിയിക്കാമെന്ന് കരുതുന്നു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരം കൂടിയാണ്. ക്യാപ്റ്റൻ സുമീത് സബർവാൾ ആണ് ഈ ഫ്ലൈറ്റിൻ്റെ ക്യാപ്റ്റൻ. ഒപ്പം അദ്ദേഹത്തിൻ്റെ കോ പൈലറ്റായി ക്ലൈവ് കുണ്ടർ എന്ന മറ്റൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു എന്നതാണ്. ഇത് DGCയെ തന്നെ പങ്കുവച്ച വിവരമാണ് എന്ന പ്രത്യേകത കൂടി വരുന്നുണ്ട്. അങ്ങനെ ആ ഫ്ലൈറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ അതാണ്. എന്തായാലും ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. 1:38 ടേക്ക് ഓഫ് സമയം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 മിനിറ്റ്, അതായത് ടേക്ക് ഓഫിന് ശേഷം 5 മിനിറ്റ് ഉള്ളിൽ തന്നെ ഈ അപകടം സംഭവിച്ചു എന്നതാണ് വ്യക്തമാകുന്ന കാര്യം. 232 പാസഞ്ചേഴ്സാണ് ഉണ്ടായിരുന്നത്. 230 മുതിർന്നവരും 2 കുട്ടികളുമാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്. 10 ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, 10+2, അങ്ങനെ 242 മൊത്തം ആളുകളാണ് ആ അപകട സമയത്ത് ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് ഔദ്യോഗികമായ സ്ഥിരീകരണമാണ്, DGCയെ പുറത്തുവിട്ട വിവരങ്ങളാണ്. മറ്റു കാര്യങ്ങളിലൊക്കെ സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട് എന്നതാണ് വസ്തുത. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്ന എന്ന രീതിയിലാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ വരുന്നത്. പക്ഷേ ഏറെ ഫ്ലാറ്റുകളുള്ള ഒരു ഇടമാണ് അവിടെ അതിന് മുകളിലേക്ക് ഫ്ലൈറ്റ് വന്ന് വീണു എന്ന് വേണം കരുതാൻ. രാകേഷ് തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. രാകേഷ്, ജനവാസ മേഖലയിൽ കെട്ടിടങ്ങളിലേക്ക് മുകളിലേക്ക് ഫ്ലൈറ്റ് വന്ന് വീണു എന്ന് വേണം ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ? അങ്ങനെയെങ്കിൽ ആ മേഖലയിലെ ജനങ്ങളെ കൂടി അത് ബാധിച്ചിരിക്കാം അല്ലേ? അതെ സജിത്ത്, ഇപ്പോൾ കൂട്ടിച്ചേർക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം 30 മരണം സ്ഥിരീകരിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദുഃഖകരമായ വാർത്തയാണ്. 30 പേർ മരിച്ചു എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അവരുടെ പേരെന്ത്, എവിടെ സ്വദേശികൾ തുടങ്ങിയ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. പക്ഷേ 30 പേർ മരിച്ചു എന്ന വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഏതാണ്ട് നിലവിലെ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ ഏതാണ്ട് 3-4 ഫ്ലാറ്റുകളിലേക്ക്, ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് ഈ തീ പടർന്ന ദൃശ്യങ്ങളാണ് ഈ പുറത്തു വരുന്നത്. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആശങ്കകൾ ശരിവെച്ചുകൊണ്ട് തന്നെ ഉള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കൂറ്റൻ ഫ്ലാറ്റുകൾ പൂർണ്ണമായും തീ